യൂട്യൂബർ എന്ന നിലയിൽ ജാസ്മിൻ ജാഫറിനെ മലയാളികൾക്ക് ഏറെ സുപരിചിതയാണ്. ഇൻസ്റ്റഗ്രാം വീഡിയോകളിലൂടെയാണ് ജാസ്മിൻ താരമായി മാറുന്നത്. ഇപ്പോഴിതാ തന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ജാസ്മിന്റെ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ്. ജോസ് ടോക്കിലൂടെയാണ് ജാസ്മിൻ തന്റെ ജീവിത കഥ പങ്കുവച്ചിരിക്കുന്നത്. ജാസ്മിൻ പറയുന്നത് ഇങ്ങനെ: അനിയൻ ജനിക്കുന്നത് വരെ ഓമനിച്ചാണ് തന്നെ വളർത്തിയത്. അനിയൻ ജനിച്ച് 1 വർഷം വരെ കുടുംബ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അവിടെ എന്ത് ചെയ്താലും കുഴപ്പമായിരുന്നു. അത് തൊടാൻ പാടില്ല, ഇത് തൊടാൻ പാടില്ല എന്നായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം അവിടെ നിന്നും മാറി താമസിക്കേണ്ടി വന്നു. വളരെ ചെറിയൊരു ഷെഡിലായിരുന്നു താമസിച്ചിരുന്നത്. ചാണകം മെഴുകിയ തറയായിരുന്നുവെന്നും ജാസ്മിൻ ജാഫർ പറയുന്നുണ്ട്. തകര ഷീറ്റ് കൊണ്ടുണ്ടായിരുന്ന ഷെഡായിരുന്നു. 1 വർഷം അതിലായിരുന്നു താമസിച്ചിരുന്നത്. അന്ന് കൂട്ടുകാരൊക്കെ വീട് കാണുമ്പോൾ നാണക്കേട് തോന്നിയിരുന്നുവെന്നും എന്നാൽ ഇപ്പോഴങ്ങനെയല്ല, അന്നത്തെ പ്രായത്തിന്റെ തോന്നലായിരുന്നുവെന്നാണ് താരം പറയുന്നത്. അന്ന് കുട്ടികൾ വരുമ്പോൾ താൻ ഒളിച്ചിരിക്കുമായിരുന്നുവെന്നും ജാസ്മിൻ പറയുന്നുണ്ട്. പിന്നീടാണ് വീട് വെക്കുന്നത്. മീൻ കച്ചവടത്തിലൂടെയാണ് പിതാവ് തങ്ങളെ നോക്കിയിരുന്നതെന്നും താരം പറയുന്നു. തുടക്കത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് സാമ്പത്തിക പ്രശ്നങ്ങൾ ആരംഭിച്ചുവെന്നും താരം പറയുന്നുണ്ട്. 50 ലക്ഷത്തോളം കടം വന്നുവെന്നും രാവിലെ കണ്ണ് തുറക്കുന്നത് തന്നെ കടക്കാരുടെ വിളി കേട്ടുകൊണ്ടായിരുന്നുവെന്നും ജാസ്മിൻ ഓർക്കുന്നുണ്ട്. ആ സമയത്താണ് താൻ കഷ്ടപ്പാട് എന്താണെന്ന് പഠിക്കുന്നതെന്ന് താരം പറയുന്നു. തന്റെ ഡിഗ്രി പഠന കാലഘട്ടങ്ങൾ സങ്കടങ്ങൾ നിറഞ്ഞതായിരുന്നുവെന്നും ജാസ്മിൻ പറയുന്നുണ്ട്. അത്ത ഗൾഫിൽ പോയെങ്കിലും ജോലി ഇല്ലാതാവുകയും കഷ്ടപ്പെടുകയും ചെയ്തു. ഈ സമയത്ത് താൻ പട്ടിണി എന്താണെന്ന് അറിഞ്ഞു. കുറച്ച് ചോറും ഒരു ഉണക്കമീനും 3 പേർ പങ്കിട്ട് കഴിക്കുമായിരുന്നുവെന്നും ജാസ്മിൻ പറയുന്നുണ്ട്. നാണക്കേട് കാരണം പലപ്പോഴും കോളേജിൽ ഭക്ഷണം കൊണ്ടുപോകാറുണ്ടായിരുന്നില്ല. എന്നാൽ കോളേജിലെ സുഹൃത്തുക്കൾ നല്ലതായിരുന്നു എന്നും താരം പറയുന്നുണ്ട്. അതേസമയം താൻ ഒട്ടും താല്പര്യമില്ലാതെയാണ് സ്കൂളിൽ പോയിരുന്നത്. വല്ലാതെ ജഡ്ജ് ചെയ്യുമായിരുന്നുവെന്നും കുട്ടികൾ തന്നെ അവഗണിച്ചിരുന്നുവെന്നും താരം പറയുന്നുണ്ട്. ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോൾ കുട്ടികൾ എഴുന്നേറ്റ് മാറിപ്പോകുമായിരുന്നുവെന്നും ജാസ്മിൻ പറയുന്നു. കണ്ണീര് വീണ് ചോറ്റുപാത്രം നിറഞ്ഞിട്ടുണ്ടെന്നും ആ ചോറ് കഴിക്കേണ്ടി വരുന്ന അവസ്ഥ വല്ലാത്തൊരു അനുഭവമായിരുന്നുവെന്നും താരം പറയുന്നു. കൊറോണ കാലത്താണ് ജാസ്മിൻ ഇൻസ്റ്റഗ്രാം തുടങ്ങുന്നത്. വാപ്പയുടെ ചിന്താഗതിയിൽ ഫോട്ടോ എടുക്കുന്നതും ഒരുങ്ങി നടക്കുന്നതുമൊക്കെ മോശം കാര്യമാണ്. ഇടുങ്ങിയ ചിന്താഗതിയുള്ള ഗ്രാമമാണ് ജാസ്മിന്റേത്. ഫോട്ടോ എടുക്കുന്നതും ഒരുങ്ങി നടക്കുന്നതുമൊക്കെ കണ്ടാൽ ഇവൾ പോക്കാണെന്ന മട്ടിലായിരുന്നു സംസാരിക്കുക. ഒരു കമ്മലിട്ടതിന് വാപ്പയോട് കുറ്റം പറഞ്ഞിട്ടുണ്ടെന്നും അത് കേട്ട് വന്ന് വാപ്പ തന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ടെന്നും ജാസ്മിൻ വ്യക്തമാക്കുന്നു. നാട്ടുകാർ കാരണമുണ്ടായ ഉപകാരമാണതെന്നാണ് ജാസ്മിൻ പറയുന്നത്. എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ 6 ജാസ്മിൻ ഏറ്റവും കൂടുതൽ മലയാളികൾ അറിയപ്പെടുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഏറ്റവും ശക്തയായ ഒരു മത്സരാർത്ഥിയായിരുന്നു ജാസ്മിൻ ജാഫർ. സെക്കൻഡ് റണ്ണറപ്പ് ആയിട്ടാണ് ജാസ്മിൻ ജാഫർ ബിഗ് ബോസിൽ നിന്നും ഇറങ്ങുന്നത്. ബിഗ് ബോസ് മലയാളം എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്ന പേരാണ് ജാസ്മിൻ ജാഫർ. ഗബ്രിയുമായുള്ള കോംബോ പിടിച്ചതാണ് ഇത്രയധികം വിമർശനങ്ങൾ ഉണ്ടാക്കാൻ കാരണം. പുതിയ അപ്ഡേറ്റുകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.